കൊച്ചിയിൽ നിന്ന് വണ്ടി കയറി നേരെ ഡൽഹിയിൽ നിന്ന് അടുത്ത വണ്ടി കയറി നേരെ ചണ്ഡീഗഡിൽ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഓൺലൈൻ വഴി നേരത്തെ ബുക്ക് ചെയ്ത Zoomcar വക നെക്സോണും കൈപ്പറ്റി. അവിടുന്ന് ഇനി അടുത്ത ലക്ഷ്യം ചണ്ഡീഗഡിലെ സെക്ടർ 22 എത്തുക എന്നുള്ളതാണ്. സ്പിതിയിലെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജാക്കറ്റും ഷൂസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് അവിടെ എത്തിയത്. അവിടുന്ന് സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി അഭിദീപിനെ പൊക്കി നേരെ ഷിംല ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് യാത്ര തിരിച്ച ഞങ്ങൾ ഏതൊക്കെയോ വഴിയിലൂടെ കയറി റോഡില്ലാത്തൊരു സ്ഥലത്തെത്തി കാടിന്റെ അന്തരീക്ഷത്തിലൊക്കെ കിടന്ന് കുറച്ചൊന്ന് പേടിച്ചതിന് ശേഷം നമ്മുടെ റിസോർട്ടിൽ കൊച്ചു വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്കിനും വന്നു കയറി. ഇത്തരം കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഞാൻ ഷബിൻ ഷംസുദ്ദീൻ, സ്പിതി സീരീസിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. സ്പിതി വിന്റർ എക്സ്പെഡിഷനിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഉള്ളത് ഷിംലയിലാണ്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ അതായത് ക്യൂൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഷിംലയിലാണ്. ഞങ്ങളുടെ ഫ്രണ്ട് സെറ്റപ്പിൽ ഞാൻ, ശ്രീനാരായണന്, മല്ലു നോമാഡ് എന്നറിയപ്പെടുന്ന അഭിദീപ്. ഞങ്ങളിപ്പം എത്തി നിൽക്കുന്നത് ഷിംലയിൽ 19 കിലോമീറ്റർ മാറിയിട്ട് നിർവാണ എന്ന് പറഞ്ഞിട്ട്, അതായത് സാഫ്രോൺ സ്റ്റേറ്റ്സിൻ്റെ നിർവാണ എന്ന് പറഞ്ഞിട്ട് ഒരു പൈൻ കാട്ടിന് നടുക്കി നിൽക്കുന്ന ഒരു റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടം വരെ എത്തിയത് ഭയങ്കര വലിയൊരു കഥയാണ്. അതിന് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും അതൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ദി മിഡിൽ ലാൻഡ് എന്നറിയപ്പെടുന്ന സ്പിതി വാലിയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. സ്പിതി എത്താനായിട്ട് പല വഴികളുണ്ട്. നമ്മളതിൽ തിരഞ്ഞെടുത്ത് കൊച്ചിയിൽ നിന്ന് നേരെ ചണ്ഡീഗഡിൽ നിന്ന് ഒരു വണ്ടിയൊക്കെ എടുത്ത് ഷിംല വഴി സ്പിതി കയറുക എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് ട്രെയിനൊക്കെ കയറി ചണ്ഡീഗഡ് എത്തണമെങ്കിൽ മിനിമം 2 ദിവസമെങ്കിലും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് വന്നത്. ഡൽഹി വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റിന് അന്ന് നമുക്ക് 11,000 ആയിരുന്നു ഒരാൾക്കുള്ള ചാർജ്. സമയം ഉച്ചയ്ക്ക് 12:55. നമ്മളിത് ഡൽഹി എയർപോർട്ടിൽ എത്തിയേക്കുവാണ്. ഇവിടെ നിന്ന് 1:45 അടുത്ത ഫ്ലൈറ്റ് കയറി നേരെ നമ്മൾ ചണ്ഡീഗഡിലെത്തുന്നു. അവിടെ നമ്മുടെ ശരിക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറി നേരെ ചണ്ഡീഗഡ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മളെ എങ്ങോട്ടാ പോണേ? സ്പിറ്റി വാലി അല്ലപ്പാ, ഷിംല. ഷിംലയാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, കൊച്ചിയിൽ നിന്ന് ചണ്ഡീഗഡ് വരെയുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് വിസ്താരയുടെ ഡൽഹി വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് നമ്മളെടുത്തത്. കൊച്ചിയിൽ നിന്ന് ഡൽഹി എത്താനായിട്ട് 3.25 മണിക്കൂർ എടുക്കും. എന്നാൽ ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ് എത്താനായിട്ട് വെറും 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. നമ്മളിതേ ചണ്ഡീഗഡ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് പോകാനുള്ള വണ്ടിയുടെ അടുത്തെത്തി. ആ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ Zoomcar വഴി ബുക്ക് ചെയ്തതാണ്. ഇന്ന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. നീ എവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ അപ്പോൾ വണ്ടിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. നീ പറഞ്ഞിട്ടെ. വണ്ടിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഒരു നെക്സോൺ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കിട്ടിയേക്കുന്നത്. ഒരു മറ്റേ മിലിറ്ററി ഗ്രീൻ കളറൊക്കെയുള്ള സാധനമാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് സൺറൂഫ് ഓപ്പൺ ഒക്കെ ഉണ്ട്. വണ്ടി അടിപൊളി വണ്ടിയാണ്, പുതിയ വണ്ടിയാണ് തോന്നുന്നുണ്ട്. നോക്കുമ്പോൾ ഫുൾ ലോക്ക്ഡാണ്, വണ്ടി ലോക്ക്ഡാണ്. താക്കോൽ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, വേറെ ആൾക്കാർ Zoomcar ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് താക്കോൽ ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച് വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു അവരുടെ ഒരു ആപ്പ് അല്ലടോ, Zoomcarന്റെ ആപ്പ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവുന്നു. എന്നിട്ട് നമുക്ക് വണ്ടീന്റെ താക്കോലെടുത്ത് പറപ്പിക്കാം എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ആപ്ലിക്കേഷനിൽ Zoomcarന്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ വണ്ടിയുടെ അടുത്തെത്തിയിട്ട് സ്റ്റാർട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് കുറച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തെയും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ഇത് സ്റ്റാർട്ട് ട്രിപ്പ് കൊടുക്കുമ്പോഴത്തേക്കിനും വണ്ടി ഓപ്പൺ ആകും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങാൻ താക്കോൽ എടുത്തിട്ട് നമുക്ക് പറക്കാം. അതാണ് അതിൻ്റെ സെറ്റ്. എന്തായാലും തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം കേട്ടോ വണ്ടിയോടെ കിട്ടിയേക്കുന്നത്. കാരണം ഫുൾ ഓപ്ഷൻ ആണെന്ന് വിചാരിച്ചില്ല, സൺറൂഫ് ഉണ്ടാവും വിചാരിച്ചില്ല. ഒരു ഇൻഫർമേഷൻ കൂടെ ആഡ് ചെയ്യാനുണ്ട്. കാര്യം നമ്മൾ ഈ ചണ്ഡീഗഡില് ഫസ്റ്റ് ചണ്ഡീഗഡിലും ചണ്ഡീഗഡ് കൺഫ്യൂഷൻ ആണ്. ഈ ഛത്തീസ്ഗഡ് അല്ലപ്പാ, ചണ്ഡീഗഡ്. ഓക്കെ, അപ്പോൾ ഈ ചണ്ഡീഗഡിൽ ഞാൻ ഗൂഗിളിൽ നിന്ന് നമ്പറൊക്കെ എടുത്തിട്ട് ഈ കാർ റെന്റിൻ്റെ സംഭവം വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് പെർ ഡേ മിനിമം ഒരു മീഡിയം SUVക്ക് 3,000 രൂപ 3,200 രൂപയാണ് നമുക്ക് റേറ്റ് വന്നത്. പക്ഷേ നമ്മൾ Zoomcarൽ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം പെർ ഡേ നമുക്ക് 2,000 രൂപ റേഞ്ചിൽ ഫുൾ ഓപ്ഷൻ നെക്സോൺ വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറാനുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ചുറ്റും നടന്ന് നമ്മൾ ആപ്പിൽ ഫുള്ള് ഫോട്ടോസൊക്കെ എടുത്ത് പരിപാടി കംപ്ലീറ്റ് ആയി. ഇനി ഇന്നത്തെ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ അൺലോക്ക് കാർ ആൻഡ് പ്രൊസീഡ് ടു ഇമേജ് 360 ഡിഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ Zoomcarന്റെ പരസ്യം എടുക്കുന്നതായി പോകും. അവർ നമുക്ക് ഫ്രീ ആയിട്ട് ട്രിപ്പ് വരുന്നതല്ലേ? ആണല്ലേ, പിന്നെ. അപ്പോൾ അൺലോക്ക് കാർ ആൻഡ് പ്രൊസീഡ് ടു ഇമേജ് 360 കൊടുക്കുമ്പോഴത്തേക്കിനും അൺലോക്ക് ആവുന്നില്ല സാർ. അൺലോക്കിംഗ് ദി കാർ. മാറി ആട്ടാ മോനെ, അൺലോക്ക് ആയി. തുറക്ക്. നമ്മളങ്ങനെ കാറൊക്കെ ചെക്ക് ചെയ്ത് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടി ഉള്ളത് ഈ പറഞ്ഞ ചണ്ഡീഗഡിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം.
നമ്മൾ പോകുന്നത് സ്പിതി വാലിയാണ്. സ്പിതി വാലിയിൽ ഇപ്പോൾ -12 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചറാണ്. അപ്പോൾ അവിടെ നമുക്ക് തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ജാക്കറ്റ്, ഷൂ, പാൻറ്റ്, വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ? അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ചണ്ഡീഗഡിൽ ഒരു ഫ്രണ്ടിനെ നമ്മളിപ്പം പോകുന്ന വഴിക്ക് കയറ്റും. അപ്പോൾ പുള്ളിയുടെ റെഫറൻസിൽ ഇവിടെ കുറച്ച് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷിംല. നമ്മളിപ്പോൾ ചണ്ഡീഗഡിൽ കൂടെ ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ചില്ലപ്പ 4:30 ആയിട്ടുണ്ട്. നല്ല അടിപൊളി കിടക്കാച്ചി വഴിയാണ്. ഇനി ചണ്ഡീഗഡിനായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാൻഡ് സിറ്റിയാണ്. വേറൊരു പ്രത്യേകതയുണ്ട്, 2 സംസ്ഥാനങ്ങൾക്ക് കൂടിയുള്ള ഏക തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. അതായത് പഞ്ചാബ്, ഹരിയാന. ഇത് ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് ഡ്രോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. മാപ്പ് എടുത്ത് ഇപ്പം DGCAയുടെ മാപ്പൊക്കെ എടുത്ത് നോക്കിയാലും ഇത് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. സോ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഡ്രോണൊക്കെ പറത്താൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക എന്നതാണ്. ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇത് ഒരു പ്ലാന്റ് സിറ്റി ആയതുകൊണ്ട് ഇവിടെ മൊത്തം അറിയപ്പെടുന്നത് സെക്ടർ 1, സെക്ടർ 2 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് സെക്ടർ 22 അല്ലെങ്കിൽ ശാസ്ത്രി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബ്രോഡ്വേ ഒക്കെ പോലത്തെ ഒരു മാർക്കറ്റിലാണ്. ഇവിടെ മെയിനായിട്ടും നമ്മൾ ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂ അല്ലെങ്കിൽ ബൂട്ട്, തണുപ്പത്തിരുന്ന ബൂട്ടൊക്കെ മേടിക്കണമെങ്കിൽ അതിന് വേറൊരു സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ ജാക്കറ്റിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കിയിട്ടില്ല. ഇതിലെ കുറച്ച് ഇതുണ്ട്. കുറച്ചുകൂടെ നല്ല അടിപൊളി ജാക്കറ്റ്. അകത്തത് വൂളൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1200 രൂപയുണ്ട് ഫിക്സഡ് പ്രൈസ്. അതിനകത്ത് പ്രത്യേകിച്ച് വില പേശേണ്ട കാര്യമൊന്നുമില്ല. ആ പൈസയ്ക്ക് നമുക്ക് കിട്ടും. നമ്മളങ്ങനെ ശാസ്ത്രീയ മാർക്കറ്റിൽ പർച്ചേസിങ് കഴിഞ്ഞു. നമുക്ക് 1200 രൂപയ്ക്ക് ഒരു ജാക്കറ്റ് കിട്ടി. പിന്നെ 250 രൂപയ്ക്ക് വൂളൻ പാൻറ്റ് കിട്ടി. 200 രൂപയ്ക്ക് വൂളൻ ഗ്ലൗസും കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത് ബൂട്ടില്ല. അപ്പോൾ ഒരു ബൂട്ടും കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് തണുപ്പിൽ രക്ഷപ്പെടാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ബൂട്ട് മേടിക്കാൻ വേണ്ടിയുള്ള മാർക്കറ്റിലോട്ട് ചെല്ലോ. ശാസ്ത്രീയ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബൂട്ടൊക്കെ കിട്ടുന്ന വേറൊരു സെക്ടറിൽ പോയി. അവിടെ നമുക്ക് 1000 രൂപയ്ക്ക് അടിപൊളി ബൂട്ടും സോക്സും ഒക്കെ കിട്ടി. അവിടെ നിന്ന് തന്നെ നമ്മൾ അഭിദീപിനെ വണ്ടിയെ കയറ്റി ഗൂഗിൾ മാപ്പിനെയൊക്കെ വിശ്വസിച്ച് ഷിംലയിലേക്ക് വെച്ച് പിടിച്ച്. നാഷണൽ ഹൈവേ 5 പോവുകയാണെങ്കിൽ 113 കിലോമീറ്ററേ ഉള്ളൂ ഷിംല വരെ. അതായത് ഏകദേശം 3.5 മണിക്കൂർ നീണ്ടു വയ്ക്കുന്ന യാത്ര. പക്ഷേ ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടെത്തിച്ചത് രാത്രി എത്ര മണിയാണ്? 2 മണിയായിട്ടുണ്ട്. രാത്രിയില്ല, നേരം വെളുത്ത് 2 മണി. നമ്മൾ ഷിംല എത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ എത്തി നിൽക്കുന്ന സ്ഥലം കാണിച്ചിട്ടവേ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ഇറങ്ങിയതാ. കാണിക്കട്ടെ, കണ്ടല്ലോ. ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഇതിന്റെ മുകളിലോട്ട് നോക്കി, അവിടെ കൊണ്ട് വഴി തീരുമോ? പിന്നെ ഒരു വലിയ മലയാ. നമ്മളോട് വെട്ടിയിട്ട് പോകാനാ അറിയണം. വഴി വെട്ടി പോകേണ്ട അവസ്ഥയാണ്. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഈ മച്ചാനെ വിശ്വസിക്കാതെ ആൾക്കാരോട് ചോദിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള വഴി കൂടെ പോകാനായിട്ട്. കണ്ടോ അവന്മാർ റീറൂട്ട് ചെയ്തോ? എന്റെ പ്രേക്ഷകർ റോഡൊന്ന് കാണിച്ചു കൊടുക്കും. താഴോട്ട് നോക്കി വലിയൊരു കൈവരെയൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ വഴിയില്ലെന്ന് പറഞ്ഞു. 9 22 മിനിറ്റ് റൈറ്റ് എടുത്തോ. കയ്യിൽ നിന്ന് പോയൊരു ഡ്രൈവായിരുന്നത്. കറങ്ങി ചുറ്റി വെളുപ്പാങ്കാലം ആയപ്പോൾ നമ്മൾ ഷിംല അടുത്തുള്ള നിർവാണയുടെ റിസോർട്ടിലെത്തിയത്. പൈൻ മരങ്ങൾ നിറഞ്ഞ ഒരു കുന്നിൻ്റെ മുകളിലാണ് റിസോർട്ട്. യാത്രാക്ഷീണമൊക്കെ നല്ലപോലെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ ലേറ്റായി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്തപ്പോഴത്തേക്കിനും. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഷിംല പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത് നടക്കുമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് നമ്മൾ സരാഹ എന്ന് പറഞ്ഞിട്ടൊരു സിറ്റിയിലാണ് സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്ത്. അവിടെ വരെ എത്തുമെന്നും ഓരോപ്പില്ല. എത്ര കിലോമീറ്ററാടാ? 170 കിലോമീറ്റർ ഉണ്ട് ഷിംലയിൽ നിന്ന് സരാഹൻ വരെ. അതിവിടെ കുറച്ചിട്ട് അധികം ടൈം എടുക്കും അവിടെ എത്തണമെങ്കിൽ. അപ്പോൾ അവിടെ വരെ എത്തുമെന്നുള്ള കാര്യമൊന്നും
ഉറപ്പില്ല. അതിനിടയ്ക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യുമായിരിക്കും. അപ്പം അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ കാഴ്ചകൾ കാണാം. പല്ലിനോടെ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഇനി ഇവരുടെ കാണില്ല. ആശാൻ ഇത് കഴിഞ്ഞാൽ സ്ഥലം വിടുവാണ് കേട്ടോ. ഇനിയിപ്പം സ്പിതി കയറാൻ വേണ്ടി ഞാനും നമ്മളുടെ ഫ്രണ്ട് സെറ്റപ്പിലുള്ള ശ്രീനാരായണൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ സ്പിതിയുടെ ബ്യൂട്ടിഫുൾ കുറേ വിഷ്വൽസ് ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ. സീ യു. സരാഹൻ ഓടിയെത്താൻ ഒരു ചാൻസും ഇല്ലാത്തതുകൊണ്ട് പോകുന്ന വഴിക്കുള്ളൊരു ഇടത്താവളമായ ഫഗു എന്ന സ്ഥലത്ത് നമ്മൾ ലാൻഡ് ചെയ്തു. അടുത്ത എപ്പിസോഡിൽ ഫഗുവിൻ്റെയും നാർക്കണ്ടയുടെയൊക്കെ കിടിലൻ വിഷ്വൽസായിട്ട് വീണ്ടും കാണാം.